രണ്ട് രാജാക്കന്മാർ 5-ൽ 1 തുടങ്ങി. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. ധീരനും പരാക്രമിയുമായിരുന്ന നാമാൻ മുഖാന്തരം കർത്താവ് സിറിയയ്ക്ക് വിജയം നൽകി. പക്ഷേ നാമാൻ ഒരു കുഷ്ഠരോഗിയായിരുന്നു. സിറിയക്കാർ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഒരു പെൺകുട്ടിയെ പോയിരുന്നു. അവൾ നാമാൻ്റെ ഭാര്യയുടെ പരിചാരികയായി. അവൾ യജമാനത്തിയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ സമരിയായിലെ പ്രവാചകൻ്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ്റെ കുഷ്ഠം മാറുമായിരുന്നു. ഇസ്രായേൽക്കാരി പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് രാജാവ് വഴി നാമാൻ പ്രവാചകൻ്റെ അടുത്തെത്തി. എലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക. എന്നാൽ നാമാൻ കുപിതനായി. ഏലിയ തൻ്റെ അടുത്ത് വന്ന് തൻ്റെ ദൈവമായ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും നാമാൻ വിചാരിച്ചിരുന്നു. ഭൃത്യന്മാർ പറഞ്ഞതിന് ഭാരിച്ച കാര്യമൊന്നും പ്രവാചകൻ പറഞ്ഞില്ലല്ലോ എന്ന് ഭൃത്യന്മാർ നാമാനെ അറിയിച്ചു. ദേവപുരുഷൻ്റെ വാക്കനുസരിച്ച് നാമാൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ ഭൃത്യന്മാരോടത്ത് ദേവപുരുഷൻ്റെ അടുത്ത് തിരിച്ചു എന്ന് പറഞ്ഞു, ഭൂമിയിൽ ഇസ്രായേലിൻ്റേതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അങ്ങേ ദാസനിൽ നിന്ന് ഒരു സമ്മാനം സ്വീകരിച്ചാലും. എലീഷ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവാണ്, ഞാൻ സ്വീകരിക്കില്ല. എലീഷ പറഞ്ഞു, സമാധാനത്തിൽ പോവുക. അപ്പോൾ എലീഷയുടെ ഭൃത്യൻ ഗഹസി ചിന്തിച്ചു, എൻ്റെ യജമാനൻ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. കർത്താവാണെ, ഞാൻ അവൻ്റെ പുറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. ഗഹസി നാമാനെ പിന്തുടർന്നു. നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി കാര്യം തിരക്കി. അവൻ പറഞ്ഞു, പ്രവാചകഗണത്തിൽപ്പെട്ട 2 ചെറുപ്പക്കാർ അവിടെ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 വിശേഷ വസ്ത്രങ്ങളും തന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് യജമാനൻ പറഞ്ഞയച്ചിരിക്കുന്നു. 2 താലന്ത് സ്വീകരിച്ചാലും എന്ന് നാമാൻ അവനെ നിർബന്ധിച്ചു. അവൻ അത് വാങ്ങി സഞ്ചിയിലാക്കി 2 ഭൃത്യന്മാരുടെ തോളിൽ വെച്ചു കൊടുത്തു. എലീഷ ചോദിച്ചു, ഗഹസി, നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസനെങ്ങും പോയില്ല. എന്നാൽ എലീഷ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നു. പണം, വസ്ത്രം ഇവയൊക്കെ വാങ്ങാനുള്ള സമയമായിരുന്നു ഇത്. നാമാൻ്റെ കുഷ്ഠം നിനക്കും നിൻ്റെ സന്തതികൾക്കും വന്നു ചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി.